हाँ हाँ पक्का 2-3 और कॉपीज उसकी भी जरूरत है. ബാംഗ്ലൂർ ഈ കമ്പനിയുടെ ബ്രാഞ്ചില്ലേ മോളെ? ആ ഉണ്ട്, പക്ഷെ ഇവിടെ നിൽക്കുന്ന തന്നെയാ ഇത് ശരിയാ. ഞാൻ പോയിട്ട് വരാം. ഹായ് വിവേക്. പ്രശാന്ത്. ആ ധ്വനി കാണാൻ വന്നല്ലേ? അതെ. പിന്നെന്താ ഇവിടെ തിരിയുന്നത്? ഞാൻ ഉള്ളതാണോ? വാ കമ്മി വാ ഇരി. ഇതാണ് ഞാൻ പറഞ്ഞ ആള്. സ്മാർട്ട് അല്ലേ? ഹലോ. വിവേക്, പ്ലീസ് ഡോണ്ട് ക്രിയേറ്റ് എ സീൻ. എന്ത് സീൻ? ഞാൻ കൂളല്ലേ? നീ അല്ലേ ഇവിടെ നിന്ന് കഥകളിലേക്ക് കാണിക്കുന്നുണ്ടായിരുന്നു? അമ്മയ്ക്കല്ലേ വിശ്വാസം വരാത്തത്? ഒറ്റ ദിവസത്തെ പരിചയത്തിന് മേളിൽ വീട്ടിൽ കയറി കിടത്തിയ ആളാ. എന്നിട്ട് പിന്നെ വന്ന് ട്രൈ ചെയ്യുന്നുണ്ടോ? എടാ ആ സിറ്റുവേഷൻ ധ്വനി എക്സ്പ്ലെയിൻ ചെയ്തല്ലേ? ഞാൻ ലഞ്ച് കഴിക്കാൻ വന്ന. ഹാ തനിക്ക് ഇവളോട് കഴിച്ചാൽ മാത്രമേ ഇറങ്ങുള്ളൂ അല്ലേ? വിവേക്, പ്രശാന്തിന്റെ ഫോണും പേഴ്സൊക്കെ പോയിരിക്കോ. ഹി നീഡ്സ് ഹെൽപ്പ്. ഓ ആൾ ഹെൽപ്പ് ദെൻ. ഇപ്പൊ ലഞ്ചല്ലേ പ്രശ്നം? വാ നമുക്ക് ഒരുമിച്ച് കഴിക്കാം. വാട്ട്സേ നമ്മൾ കഴിച്ചല്ലേ? ഒന്നുകൂടെ കഴിച്ചാ പിന്നെന്താ റീസൺ പറയാൻ നോക്കാലോ. വാ കം വാ 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 ഞാൻ ഡീൽ ചെയ്തോളാം. വാ. Hi sir, hi ma'am. Ready to order? നിനക്ക് സ്ഥിരം പാസ്ത വരട്ടെ? അമ്മ ഗോവൻ ഫിഷ് താലി ഓർഡർ ചെയ്യും. ഞാൻ അതിന് പറയാം. 1 spaghetti pasta, chicken, Alright. 2 goan fish thali. Is that it? That's all. Yeah. All right, thank you. Just start with them. ആവശ്യമൊക്കെ ഓർഡർ ചെയ്തോ. It's my treat. Yeah. Yes sir. 1 orange juice, Okay. 1 grilled fish, All right. marinated chicken stripes. Chicken strips sir? Yeah. Yeah. Grilled prawns. Good. Is that all sir? Yes. നോക്കു മോളെ, എന്ത് ഹാപ്പിയായിരുന്നു നിങ്ങൾ രണ്ടാളും ബാംഗ്ലൂര്. പെർഫെക്റ്റ് കപ്പിളായിട്ട്. ഞാൻ വിവേകിന്റെ സൈഡ് പിടിക്കല്ല, പക്ഷെ ധ്വനി മോള് വാശി ഒന്ന് കുറച്ച് ഒന്ന് ഓപ്പൺ ആയിട്ട് നിന്നാൽ തീരാവുന്ന പ്രശ്നമുള്ളത്. ധ്വനിയുടെ പേഴ്സണൽ ലോസ് എനിക്ക് മനസ്സിലാവും. ശരിക്കും സങ്കടമുള്ള കാര്യമാണ്. റിയലി ട്രാജിക്. പക്ഷെ റിയാലിറ്റി നമ്മൾ ഇനി ആക്സെപ്റ്റ് ചെയ്യണ്ടേ? Thank you. നിന്റെ പേരൻസ് വരെ മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞു. നീ മാത്രമാണ് ഇതിന്റെ പേരും പറഞ്ഞു ഇങ്ങനെ. ഞാൻ ഗോവ വന്ന പിന്നെ നീ വേറെ ആളാ. വിവേകിനെ ന്യൂസിലൻഡ് നല്ലൊരു ഓഫർ ഉണ്ട്. ഒന്ന് മാറി നിന്നാൽ ധ്വനിയുടെ സിറ്റുവേഷൻ ബെറ്റർ ആവും. ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ കൺട്രി. ഞാൻ മോളുടെ അമ്മയുടെ അടുത്ത് സംസാരിച്ചിരുന്നു. രജിസ്റ്റർ ചെയ്ത് വെക്കാനാണ് അവരും പറയുന്നത്. അത് വെച്ച് മോളുടെ വിസയും അപ്ലൈ ചെയ്യാലോ. ബാംഗ്ലൂർ വെച്ചൊരു എൻഗേജ്മെന്റ്, ഒരു ഗ്യാരണ്ടിക്ക്. കല്യാണം പിന്നെ എപ്പോ വേണമെങ്കിലും ആവാലോ. So your chicken strips, enjoy. Oh, so sorry. Sorry. I'll just get your order. ഞാൻ ഓർഡർ ചെയ്തായിരുന്നു. എടുത്തോട്ടെ. ധോനി, ഞാൻ ഒരു മോശം പാർട്ണറാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? And you know that I love you the most. അല്ലേ? Nah, grilled fish. അതെന്റെ അതുപ്പി. ഗ്രിൽഡ് ഫിഷ് ഞാൻ ഓർഡർ ചെയ്തത്. At least get us some water. മോള് പറ, ആന്റി പ്രൊസീഡ് ചെയ്യട്ടെ? ആൻറ്റി, ഇതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഐ നോ യു ആൾ ലവ് മീ, പക്ഷേ എനിക്കൊന്ന് ആലോചിക്കണം. ഇതിന്റെ റോക്കറ്റ് സയൻസ് ഉത്തരം ആലോചിക്കണം. Yes or no. And you know what to say. ആന്റിക്ക് അറിയാം മോൾ എന്താ പറയാൻ പോകുന്നതെന്ന്. അതുകൊണ്ടല്ലേ വിളിച്ച പാടെ ഞാൻ ആ ഫ്ലൈറ്റ് ചാടിക്കറി അങ്ങ് വന്ന്. ഡേ, ഇവനെ ഇനി വെറുതെ മുട്ടുകുത്തി പ്രപ്പോസ് ഒന്നും ചെയ്യിപ്പിക്കരുത് കേട്ടോ. Why not? Will you marry me? My cupcake. Grilled prawns. ഇതും ഞാൻ ഓർഡർ ചെയ്തതാണ്. എന്നാലും സാരമില്ല, എൻ്റെ കഴിച്ചു. നീ വന്നേ വന്നേ ഹോൾഡ് ചെയ്യണേ. ഇന്നും കൂടെ കുട്ടി 2 ദിവസത്തെ പരിചയം എനിക്ക് നീ ആയിട്ടു. ഇവർ ഈ പറയുന്നതിന്റെ ഇഷ്യൂ എന്താണെന്നോ, നീ അവന് എത്ര കാലം പ്രേമത്തിലായിരുന്നോ, നിന്നെ എന്തിനാ ഇപ്പം ഞാൻ നീ വിളിക്കുന്നത് വിളിക്കറിഞ്ഞൂടാ. പക്ഷെ ഇവൻ നിനക്ക് വേണ്ട. അത് തന്നെ. അവനെ തള്ളേ ഞാൻ കുഞ്ഞിസ്ഥിതി ഇരിക്കാത്ത എനിക്ക് ഓൾറെഡി ഒരുപാട് പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ്. രജിസ്റ്റർ ചെയ്ത ഗ്യാരണ്ടി അത്ര. നീ എന്തോ ഫ്രിഡ്ജാ? Fish thali. അതെ, അത്രത്തോളം ഇല്ലെങ്കിലും അത്യാവശ്യം ബോറായിട്ടുള്ള ആളായിരുന്നു ഞാൻ. ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി എൻ്റെ മുഖത്ത് നോക്കി നോ പറഞ്ഞപ്പോൾ ഞാൻ നന്നായി. അതുപോലെ അസലായിട്ടൊരു നോ പറഞ്ഞു അവനെ ഒന്ന് നന്നാക്കാം പ്ലീസ്. വിവേക്, ഇറ്റ്സ് എ നോ. What? ഉറക്കെ പറ. ഇറ്റ്സ് എ നോ.